ഹലോ, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗൗണ് കട്ടിങ് എങ്ങനെയാന്നുള്ളത് കഥ കാണിച്ചു തരാം. ഗൗണ് കട്ടിങ് കൊണ്ടാണ് നമുക്ക് ഗൗണിന്റെ ബോഡി ചെയ്യേണ്ടത്. ബോഡി എപ്പോഴും നമ്മൾ വർക്കുള്ള എന്തെങ്കിലും ഇതെടുത്തു കഴിഞ്ഞാല് താവിന് ഇതുപോലെ പ്ലെയിൻ സാറ്റൻ കണ്ട, ഇതുപോലെ പ്ലെയിൻ സാറ്റൻ ആണ് ബോഡിന്റെ താഴെ വരുന്ന താഴ്ഭാഗം വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ലൈനിങ്ങും ഈ സാറ്റൻ തന്നെയാണ് വേണ്ടുന്നത്. കാരണം നമ്മൾ ഈ നെറ്റ് പോലത്തെ സാധനം ഉണ്ടല്ലോ, നെറ്റ് പോലത്തെ സാധനത്തിന്റെ ഇതിന്റെ ഉള്ളിലൂട്ട് ഈ സാറ്റൻ കാണുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. നമ്മൾ തുണി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതുപോലത്തെ നെറ്റ് പോലത്തേന് നമ്മളെപ്പോഴും സാറ്റൻ എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ താവ് ഇതുപോലെ പ്ലെയിനും ബോഡിക്ക് ഇതുപോലെ ഒരു വർക്കുള്ള കാര്യങ്ങളും എടുത്താൽ നല്ല രസമുണ്ടാവും കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്താൽ. അപ്പം ഇതെങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. എല്ലാവരും മാക്സിമം വീഡിയോ കാണാം, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അന്ന് നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും എല്ലാം പഠിക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിന്റെ അളവൊന്നും ആദ്യം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. കാരണം കുട്ടിന്റെ നമ്മൾ ലെങ്ത് ഷോൾഡർ മുതൽ നമ്മൾ മടമ്പ് ഉണ്ടല്ലോ, മടമ്പ് നിലം വരെയുള്ള താവാണ് ഈ നമ്മൾ എടുക്കേണ്ടത്. കാരണം ഒന്ന് ചെരുപ്പ് ഇടുമ്പോൾ കുറച്ചൊന്നും പൊങ്ങി നോക്കുമ്പോൾ ആ ഗൗണ് കണക്കായിട്ട് നിൽക്കും. അതിനേക്കാളും കൂടുതൽ വേണ്ടുന്ന ആള് താവെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് വേണം നമ്മൾ അളവെടുക്കാൻ. 47 ഇതിന്റെ ലെങ്ത് വരുന്നത്. ഇത് ചെറിയൊരു മോളാണ്, ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടീന്റെ ഗൗണാണിത്. 47 ലെങ്ത് വരുന്നത്. അത്യാവശ്യം ഉഷാറുള്ള കുട്ടിയാണ്. 17.5 ചെസ്റ്റ്, 15.5 വേസ്റ്റ് അരഭാഗം വരുന്നത്. കഴുത്തിന്റെ ലെങ്ത് വരുന്നത് 4 ഇഞ്ച്, കഴുത്തിന്റെ വീതി വരുന്നത് 2.25. അതുപോലെ തന്നെ ഷോൾഡർ വരുന്നത് 13 3.25. പിന്നെ കൈനീളം വരുന്നത് 14 ഇഞ്ച്, 7.5 ഇഞ്ച് കൈയാണ്. കൈക്കുഴി വരുന്നത് 6. അതുപോലെ തന്നെ ബോഡി ലെങ്ത് ഉണ്ടാവുമല്ലോ, ഷോൾഡർ മുതൽ ആ അരഭാഗം വരെയുള്ള ഒരളവും കൂടി നമ്മൾ എടുത്തു വെക്കേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ബോഡി ലെങ്ത് എത്ര വേണം എന്നുള്ളത് അവരെ തന്നെ നമ്മൾ അളവെടുക്കുമ്പോൾ തന്നെ അവരോടും കൂടി ഒന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ആ ബോഡീന്റെ ഇറക്കം ഷോൾഡർ മുതൽ അര വരെ വരുന്നിടത്ത് 12.5 ഇഞ്ചാണ് ഈ കുട്ടിക്ക് നീളം. പിന്നെ ചുറ്റളവ് അരേന്റെ അടുത്തുള്ള ആ ചുറ്റളവ് ഒരു 28, 28 അല്ല 29 വരെ നമ്മൾ വെക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് അളവെടുക്കണം. അത്രയും ടൈറ്റിൽ നമ്മൾ എന്തായാലും ചെയ്യൂല. അപ്പൊ ഇതാണ് അളവ്. ഇതുപോലെ തന്നെ നിങ്ങൾ എന്താക്കുക, ആദ്യം ഒരു അളവ് കടലാസിൽ എഴുതി വെക്കുക. ബാക്ക് കഴുത്ത് 2.5 ഇഞ്ചാണ്, ബാക്കിൽ റൗണ്ട് നെക്ക്. അതുപോലെ തന്നെ സിബ് ബാക്കിൽ ഗൗണ് സിബ് വെച്ചാൽ കുട്ടിയൊക്കെ പെട്ടെന്ന് ഇട്ട് കൊടുക്കാനും നമുക്ക് ഊരാനുള്ള ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയും. അപ്പോൾ നമ്മൾ ഈ നെറ്റിലൊന്നും നമ്മൾ ഒരിക്കലും മാർക്ക് ചെയ്തിട്ട് ആദ്യം കട്ട് ചെയ്യാൻ പാടില്ല. ആദ്യം നമുക്ക് സാറ്റൻ ആണല്ലോ, അതിന്റെ ലൈനിങ്ങിൽ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്യുക. ബോഡി ആദ്യം ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് പീസ് 2ആയി മടക്കി ഇതുപോലെ തന്നെ ഇതുപോലെ 2ആയി മടക്കി ഒരുപോലെ ആക്കിയിട്ട് ഇതുപോലെ അങ്ങ് വെക്കുക. ഇതുപോലെ അങ്ങ് വെച്ചതിന് ശേഷം നമ്മൾ ഇത് ബോഡീൻ്റെ ഇറക്കം പറഞ്ഞിട്ടുണ്ടല്ലോ, ബോഡി നീളം 12.5 ഇഞ്ചാണ് പറഞ്ഞത്. അത് നമുക്ക് 13.5 ഇഞ്ച്, 13.5 14 1.5 ഇഞ്ചിന് നമുക്ക് അധികം വെക്കുക. കാരണം അരേൻ്റെ അടുത്ത് നമ്മളെപ്പോഴും അടിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ആയിപ്പോൾ ബോഡി അടിച്ചതിന് ജോയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അളന്ന് കറക്റ്റ് ആക്കിയാൽ മതി. അപ്പോൾ 12.5ക്ക് സാധാരണ 13.5 മതി. പക്ഷെ ഫസ്റ്റ് ആയിട്ടെല്ലാം അടിക്കുന്ന ആളുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് അധികം വെച്ചാലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്ന് ജോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് കയറ്റി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പം ഈ 13.5ക്ക് 12.5ക്ക് 14 വെച്ചിട്ടുള്ളത്. 14 വെച്ച് നമുക്ക് മേലെ ഷോൾഡറിൻ്റെ അടുത്തൊന്ന് കഴുത്ത് വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നേരെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നെക്കിന്റെ ലെങ്ത് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. നെക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ച് ലെങ്ത്തിന് നമുക്ക് 4 ഇഞ്ച് തന്നെ വെച്ചാൽ മതി, അധികം ഒന്നും വെക്കണ്ട. ലെങ്ത് വെക്കുമ്പോൾ നമ്മൾ കഴുത്തിന്റെ ഇറക്കം വെക്കുമ്പോൾ 4 ഇഞ്ച് തന്നെ വെച്ചാൽ മതി. കാരണം ഷോൾഡറിന്റെ അടുത്ത് നിന്ന് 1/2 ഇഞ്ച് പോകുമ്പോൾ ഈ കഴുത്തിന്റെ അടുത്ത് നിന്ന് 1/2 ഇഞ്ച് താവും ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ അതിന് അധികം വെക്കേണ്ട ആവശ്യമില്ല. അധികം വെച്ച് കഴിഞ്ഞാൽ കഴുത്തിറക്കം കൂടിപ്പോവും. അതുകൊണ്ട് 4 എത്രയാണോ കഴുത്തുള്ളത് അത്ര തന്നെ വെക്കുക. ഇനി കഴുത്തിന്റെ വീതി വരുന്നത് 4.5 4.5ന്റെ പകുതി 2.25 നമ്മളിവിടെ കഴുത്ത് വീതി വെക്കുമ്പോൾ 1/4 ഇഞ്ച് നമ്മൾ കുറക്കണം. കാരണം എന്ന് പറഞ്ഞാൽ കഴുത്തിന്റെ നമ്മൾ ഈ സൈഡ് ഭാഗം 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കഴുത്ത് വീതി കൂടാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ 2.25 ഉള്ളത് 2 ഇഞ്ച്, അതുപോലെ നിങ്ങൾ 3 ഇഞ്ചാണെങ്കിൽ 2.25. ആ ഒരു അളവിൽ 1/4 ഇഞ്ച് കുറച്ചിട്ടായിരിക്കണം കഴുത്തിന്റെ വീതി നമ്മളിവിടെ
കഴുത്തിൻ്റെ വീതി നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത താഴെ നമ്മളൊന്ന് 2 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് സ്ക്വയറായിട്ട് വരച്ചതിന് ശേഷം നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കാം. സ്ക്വയറായിട്ട് വരച്ചതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ഇരിക്കും ആലിലെ പോലത്തെ ഒരു നെക്കാണ് വേണ്ടുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി എടുത്തിട്ട് ഒരു പോയിന്റിലേക്ക്, ഇതുപോലെ ഒരു പോയിന്റിലേക്ക് കൊടുത്തതിന് ശേഷം നമുക്കിനി ഷോൾഡർ മാർക്ക് ചെയ്യും. ഷോൾഡർ എന്ന് പറയുന്നത് 13 പറഞ്ഞത്. 13-ന് 6.5 വെച്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പറഞ്ഞത് 3.25 3.25-ന് ഒരു 4 ഇഞ്ച് നേർക്കൊന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് ചെരിച്ചൊന്ന് ഈ ഭാഗം നമ്മളൊന്ന് ഒരു 1/2 ഇഞ്ച് ചെരിച്ചിട്ട് വേണം ഷോൾഡർ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഒന്ന് ഷോൾഡർ ഒന്ന് ചെരിച്ചു കൊടുക്കുക. ചെരിച്ചവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇവിടത്തേക്ക് വരുന്നത് ഇപ്പോൾ 6 വരുന്നത്. ആ ഒരളവ് തന്നെ കുറച്ച് താഴിലോട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിൻ്റെ കൈക്കുഴീൻ്റെ അടുത്ത് നമ്മൾ വളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ 2 മാർക്ക് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്യുക. കൈക്കുഴി വരുന്നത് 6 ഇഞ്ചാണ്. അപ്പോൾ 6 ഇഞ്ചിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് സ്ക്വയറാക്കി കൊടുക്കാം. അതായത് ഇതുപോലെ അപ്പോൾ വളയില്ല. നമ്മൾ ഇവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അത് കിട്ടും, വളഞ്ഞു പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് അവിടെ മാർക്ക് ചെയ്തത്. നമുക്കൊന്ന് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ചെസ്റ്റ് വരുന്നത് 17.5 17.5-ക്ക് 8.75 8.75-ന് 9.75 10 ആ ഒരളവിൽ വെക്കുക. കാരണം ഒരുപാട് തുന്നത്തുണി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളിവിടെ ഒരു 1/2 ഇഞ്ച് ഒരുപാട് വെക്കാൻ പറ്റൂല. അന്നേരം ഒരു അടിക്കാൻ നമുക്കൊരു ഫിനിഷിങ് കിട്ടൂല. അപ്പോൾ ഒരു 10.25 അങ്ങനെയെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. സാധാരണ ഒരു 1.25 ഇഞ്ച് അധികം മതി. അത്യാവശ്യം നമുക്ക് ലൂസാക്കാൻ പറ്റും. ഇനി ഈ സ്ക്വയർ വരുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഒരു 1.25 വെച്ചിട്ട്, ഇത് ചെറിയ കുട്ടിയാണല്ലോ, വലിയ ആളാണെങ്കിൽ 1.5, ചെറിയ കുട്ടിയായതുകൊണ്ട് വലിയ പോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കൈക്കുഴി ഒന്ന് വളച്ചു കൊടുക്കാം. ആ വളവ് കണ്ടോ, നമുക്കത് തെറ്റിപ്പോല. ആ കൈക്കുഴീൻ്റെ ഈ വരുന്ന അളവ് നമുക്ക് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ കൈക്കുഴി നല്ലൊരു ലെവലിൽ അങ്ങ് വരച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിനി ചെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അരഭാഗം വരുന്നുണ്ടല്ലോ, അരഭാഗം വരുന്നിടത്തുനിന്ന് 30 28 നമ്മൾ ചുറ്റളവെടുത്ത് നല്ല ടൈറ്റായിട്ടാണ് ഉണ്ടാവുക. കുറച്ചൊരു 29.5 30 ആ അളവിൽ വെക്കാം. 15-ന് നമ്മൾ 7.5 7.5-ക്ക് 8.5 9 1.5 ഇഞ്ച് തന്നെ അരേൻ്റെ അടുത്ത് അധികം വെച്ചിട്ടുണ്ട്. ചില കുട്ടികൾക്ക് അഥവാ ടൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അവിടെ ലൂസാക്കാൻ വേണ്ടി ഇത്തിരി അധികം വെക്കും. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്കൊന്ന് ചെരിച്ചു കൊടുക്കാം, ചെയ്തെടുക്കുക. ഇത് താവ് നമ്മൾ മാർക്ക് ചെയ്തതാണ്. അപ്പോൾ ഈ വരുന്ന ലെവലിലൊന്നും ആദ്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് ആദ്യം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കൈക്കുഴി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ സൈഡ് ഭാഗം ചെസ്റ്റും വേസ്റ്റും വരുന്നിടത്ത് അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്കും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതും കൂടി കട്ട് ചെയ്തതിന് ശേഷം ഇത് വെച്ചിട്ട് നമുക്ക് ബാക്ക് പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളൊന്ന് കൈക്കുഴി ഫ്രണ്ട് ഒന്ന് കുറച്ചൊന്ന് ഒരു 1/2 ഇഞ്ച് കൈക്കുഴി ഒന്ന് കുഴിച്ചു മുറിക്കും. പക്ഷേ എങ്കിൽ ഈ സമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മളൊന്ന് ബാക്കും കൂടി കട്ട് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കൈക്കുഴി ഒന്ന് ഫ്രണ്ടിൻ്റെത് മാത്രം ഒന്ന് കുഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കൊന്ന് കട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പുറത്തെ ഭാഗം കരയാണല്ലോ, ആ കരഭാഗം ഈ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. കാരണം ബാക്കിൽ സിബാണല്ലോ, ബാക്കിൽ സിബ് വരുമ്പോൾ ആ ഭാഗം നമുക്ക് കരയാണെങ്കിൽ നല്ല പിന്നി പോവുകയും ചെയ്യില്ല. ഇതേ സമയത്ത് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ കരഭാഗം വരുന്നത് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് കയറ്റി വെക്കുക. ആ കര വരുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് ആക്കിയിട്ടായിരിക്കണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. കാരണം സിബിന് വേണ്ടുന്ന തുന്നത്തുണി ഉണ്ടല്ലോ,
പിന്നെ തുണി നമ്മളിവിടെ ഒരു 1/2 ഇഞ്ചിൽ വെക്കണം. അത് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഈ ഫ്രണ്ടിലുള്ള പീസ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേ അളവിൽ തന്നെ നമുക്ക് ഫ്രണ്ടും അങ്ങ് കട്ട് ചെയ്യാം, ബാക്കും അങ്ങ് കട്ട് ചെയ്യാം. ഫ്രണ്ട് വെച്ചിട്ട് തന്നെ ബാക്ക് പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൈക്കുഴി കുഴിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ബാക്കിനും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ടി വരും. ഇതാവുമ്പോൾ ഒരുപോലെ കിട്ടുകയും ചെയ്യും. കാരണം ബാക്കും ഫ്രണ്ടും താവിലോ അല്ല മറ്റുള്ള ചെസ്റ്റിലോ വേസ്റ്റിലോ ഒന്നും ഒരു വ്യത്യാസം ഇല്ലാണ്ട് ഇതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ട് പീസ് വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്കിൻ്റെ കഴുത്ത് മാത്രം ഒന്ന് 2 ഇഞ്ചിൽ 2.5 ഇഞ്ച് ഷോൾഡറിൻ്റെ അടുത്ത് താഴേക്ക് 2.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ ഫ്രണ്ടിൻ്റെ നെക്ക് ഉണ്ടല്ലോ അതിന് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ നമ്മൾ ബാക്ക് പീസും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കും കണ്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഈ ബാക്ക് പീസ് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് പീസ് നമുക്കൊന്ന് ഇതിൻ്റെ കൈക്കുഴി ഒന്ന് കുഴിച്ച് മുറിക്കാനുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് 1/2 ഇഞ്ച്, അത് ഷോൾഡറിൻ്റെ അടുത്തുനിന്ന് 1 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് ഷോൾഡറിൻ്റെ അടുത്ത് വിട്ടതിന് ശേഷം ഒന്ന് ചെറിയൊരു പോയിന്റിൽ ആദ്യം ഒന്ന് പിടിച്ചു കൊടുക്കുക. ചെറിയൊരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ കയറ്റിയിട്ട്, ഒരുപാടല്ല ഇത് മുറിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു 1/2 ഇഞ്ചിൽ ഒന്ന് കൈക്കുഴി ഒന്ന് അതേ ലെവൽ നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്ത് ആ ലെവലിൽ തന്നെ നമ്മൾ ഒന്ന് കൈക്കുഴി ഒന്ന് കുഴിച്ചു കൊടുക്കാം. എന്താ ഈ ഒരളവിലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് നമ്മൾ കൈക്കുഴി കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി കൈ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് 4ആയിട്ടൊന്ന് മടക്കി അടിക്കുക, മടക്കി വെക്കാം. കൈ ഇവർക്കൊന്ന് എലാസ്റ്റിക് ഉള്ള കൈയാണ് വേണ്ടത്. എലാസ്റ്റിക് ഉള്ളതെന്ന് പറഞ്ഞാൽ ബലൂൺ കൈയല്ല, അതിൻ്റെ കുറച്ചൊരു 2.5 ഇഞ്ച് വിട്ടിട്ട് മേൽപോട്ട് എലാസ്റ്റിക് വെച്ചിട്ട് അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പറയുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല വ്യക്തമായിട്ട്. അങ്ങനെയുള്ള ഒരു കൈയാണ് ഇവർക്ക് വേണ്ടുന്നത്. അത് നമ്മൾ 4ആയിട്ടൊന്ന് മടക്കി വെക്കാം. അപ്പോൾ കൈൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ച് കൈയാണ് വരുന്നത്. 14 നമുക്കൊന്ന് 15 വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. 15 വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം താഴെ വരുന്ന അളവ് എന്ന് പറഞ്ഞാൽ 7.5 ആണ്. 7.5 നമ്മൾ എലാസ്റ്റിക്കാണ്. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ അളവല്ല നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ കുറച്ചും കൂടി 7.5 വരുന്നത് ഇവിടെ 7.5 തന്നെ ഇവിടെ വെക്കാം. 7.5 നമുക്ക് ചുറ്റളവാണ് എലാസ്റ്റിക്കിൻ്റെ. പക്ഷെ 7.5 വേണ്ടി 7 ഇഞ്ചല്ലേ വേണ്ടി ഒരു ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്കിവിടെ 7.5 അളവിൽ വെച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി വലിയ ആളാണെങ്കിൽ അതിന് കണക്കായിട്ട് നിങ്ങൾ ഇവിടെ കൂട്ടി കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എലാസ്റ്റിക് വെക്കുമ്പോൾ ഒന്ന് ചുരുങ്ങി വെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടും. കാരണം ചെറിയ കുട്ടിയായതുകൊണ്ട് നമ്മൾ 7.5 ഇഞ്ച് അത്രേ വേണ്ടു. അതിനുശേഷം നമ്മളൊന്ന് കൈക്കുഴിൻ്റെ ഈ ഭാഗം വരുന്നിടത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. കൈക്കുഴി വരുന്നത് 6ആണ്. 6 ഇഞ്ചിന് നമുക്കിവിടെ 8 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് കൈക്കുഴി എത്രയാണോ വരുന്നത് അതിനേക്കാളി ഒരു 2 ഇഞ്ച് കൂടുതലായിരിക്കണം നമ്മൾ ഈ കൈ ഈ തോളിൻ്റെ അടുത്ത് നമ്മൾ ജോയിൻ്റ് ചെയ്യേണ്ടടുത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ കുട്ടിക്ക് കൈക്കുഴി 6 ആയതുകൊണ്ട് നമ്മൾ 8 വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗം ഇതാണ് താഴ്ഭാഗം വരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഭാഗം 11 ഇഞ്ച്, അതുപോലെ നമ്മൾ ഈ ഭാഗം വരുന്നത് കൈ നീളം ഇപ്പോൾ 14 ഇഞ്ച് വന്നതുകൊണ്ട് ഇവിടെ 11 ഇഞ്ച്. ഇനിയിപ്പോൾ നമുക്ക് 15 ഇഞ്ചാണ് കൈ നീളമെങ്കിൽ ഇവിടെ 12 ഇഞ്ച്. എത്രയാണോ കൈ നീളം അതിനേക്കാളിയും ഒരു 3 ഇഞ്ച് കുറച്ചിട്ടായിരിക്കണം നമ്മൾ ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യേണ്ട. കൈൻ്റെ ഈ അടിഭാഗം വരുന്നുണ്ടല്ലോ ആ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യേണ്ട 3 ഇഞ്ച് കുറച്ചിട്ട്. എന്നിട്ട് അവിടുന്ന് നമ്മൾ ഈ മേൽഭാഗം മാർക്ക് ചെയ്തെടുത്തേക്ക് ഇതാ ഇതുപോലെ ഒരു ചെറിയൊരു ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചിരിച്ചു കൊടുക്കാം. കട്ട് ചെയ്ത് കാണിച്ചത് കാരണം ഇത് നമ്മൾ താഴെ എലാസ്റ്റിക് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും അധികം വെക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സാധാരണ കൈ മതിയെങ്കിൽ 5.5 അത്രയാണ് നിങ്ങളെ കൈൻ്റെ അളവ് എന്ന് വിചാരിച്ചാൽ അത് കണക്കാക്കിയിട്ട് ഇവിടെ
മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെരിച്ചു കൊടുത്താൽ മതി. നമുക്കിതിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക, കാരണം എലാസ്റ്റിക് വരുമ്പോൾ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചുരുങ്ങി വരും. ഇവിടെ നമുക്കിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ കൈക്കുഴിയിലേക്ക് നമുക്കൊന്ന് ഈ മേൽഭാഗത്തുനിന്ന് ഈ കൈ കുഴി വരുന്നിടത്തേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കാം. ഇത് കണ്ടോ കൈ, ഇത് കൈൻ്റെ മേൽഭാഗം. അപ്പോൾ നിങ്ങൾ കൈ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, കൈ എത്രയാണോ ഉള്ളത് അതിനേക്കാളും 3 ഇഞ്ച് കുറച്ചിട്ടായിരിക്കണം ഈ അടിഭാഗം വരേണ്ടത്. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നിങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ കൈക്കുഴി നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ഉള്ളത് അതിനേക്കാളും 2 ഇഞ്ച് അധികം വെക്കണം. എന്നെങ്കിലേ നമ്മൾ ഈ കൈ വെക്കുമ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് എത്തും, അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു പോകും. അതിനാണ് നമ്മൾ 2 ഇഞ്ച് അധികം വെക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ കട്ട് ചെയ്യുക. ഇനി ഈ നമ്മൾ ഈ കട്ട് ചെയ്തത് വെച്ചിട്ട് തന്നെ നമുക്ക് ഈ നെറ്റിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നെറ്റും അതുപോലെ തന്നെ നമ്മൾ 2ആയിട്ട് മടക്കുക. ഇതുപോലെ 2ആയിട്ട് മടക്കുക. അതിനുശേഷം നമ്മൾ ആ ഫ്രണ്ട് ഭാഗം ആദ്യം കട്ട് ചെയ്യുക. അതിനുശേഷം ബാക്ക് ഭാഗം കട്ട് ചെയ്യുക. ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രണ്ട് ഭാഗവും അതുപോലെ തന്നെ ബാക്ക് ഭാഗം ആ ഭാഗത്തുനിന്ന് കട്ട് ചെയ്യുക. കൈ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ലൈനിങ് ഇതായി പീസിൻ്റെ മേലെ കറക്റ്റ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ടൊന്ന് ഇത് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് നമ്മൾ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ നെറ്റിൻ്റെ ഭാഗം ഒരു ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും അധികമായാലും കുഴപ്പമില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ലെവലാക്കിയാൽ മതി. പക്ഷെ നെക്ക് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാം. നെക്ക് കൂടിപ്പോകാൻ പാടില്ല. അത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ബാക്ക് പീസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ബാക്കിന് എപ്പോഴും വർക്കുള്ള തുണിയാകുമ്പോൾ ഇവിടെ പ്ലെയിന് വരും. ആ പ്ലെയിന് ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ഈ ബാക്ക് പീസ് കറക്റ്റ് ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കാൻ. കാരണം പ്ലെയിന് നമ്മൾ വെച്ച് നോക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് ബോറായിരിക്കും, ഇട്ട് കഴിഞ്ഞാലും വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കാൻ നോക്കാം. പ്ലെയിൻ കഴിച്ചിട്ട് ബാക്കി ഇതുപോലെ വെച്ച് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് കട്ട് ചെയ്താലാണ് ബാക്കും നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതാ ബാക്കും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കൈയൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൈൻ്റെ പീസ് നമ്മളിതുപോലെ 4ആയിട്ടൊന്ന് മടക്കി വെക്കുക. അതിനുശേഷം കൈയൊന്ന് നിവർത്തി വെക്കുക. ഈ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വലിയ ആൾക്കെല്ലാണെങ്കിൽ ഒരു 1.25 ഉണ്ടെങ്കിൽ ബോഡിക്കും കൈക്കും ഇതുപോലെ വർക്കുള്ളത് വാങ്ങിക്കാം. കുട്ടികൾക്കെല്ലാണെങ്കിൽ ഒരു 1 മീറ്റർ അങ്ങനെയല്ലേ കൊണ്ടു. അപ്പോൾ നിങ്ങൾ നെറ്റ് എടുക്കുമ്പോൾ അതുപോലെ തന്നെ സാറ്റിന് ഇതുപോലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് വിട്ടാൽ മതി. മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ തുണീൻ്റെ അളവും കാര്യങ്ങളെല്ലാം ഞാൻ വേണമെങ്കിൽ വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് ബോഡി കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിൻ്റെ താവൊന്ന് കട്ട് ചെയ്തെടുക്കാം. താവിന് പ്ലെയിനാണ് താവ് നമ്മളിവിടെ കുറച്ചധികം വെക്കും. അപ്പോൾ നമുക്കിവിടെ 49 വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ 12.5 ഇഞ്ച് കയറ്റി വെക്കണം. കാരണം ഇവിടെ ബോഡി വരുന്നതല്ല, ബോഡിൻ്റെ ലെങ്ത് എത്രയാണോ അത് നമ്മളിവിടെ കയറ്റി വെച്ചതിന് ശേഷം വേണം നമ്മളിവിടെ താവ് മാർക്ക് ചെയ്യാൻ. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം താവ് കട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ ചുരുക്കുള്ള താവായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നേ ഉള്ളൂ. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ. സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ കട്ട് ചെയ്യാൻ എളുപ്പമാണ്. താവ് ഇത്രയേ ഉള്ളൂ. നമ്മളിത് കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ലൈനിങ് ഉണ്ട്, സമ്മർ കൂളാണ് ലൈനിങ്. ഈ ലൈനിങ് കൂടി നമ്മൾ ഇതിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ 4ആയിട്ട് മടക്കി വെക്കാം. 4ആയിട്ട് മടക്കി വെച്ചതിന് ശേഷം
നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച താവുണ്ടല്ലോ, ആ താവ് ഇതുപോലെ തന്നെ ഇതിൻ്റെ മേലെ വെച്ച് ഇതിനേക്കാളി ആ താവ് ഇതിനേക്കാളി ഒരു 2.5 ഇഞ്ച് കയറ്റിയിട്ടായിരിക്കണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ താവ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ലൈനിങ് അടിയിൽ നിന്ന് കാണാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ഇഞ്ച് ലൈനിങ് ഒന്ന് കയറ്റിയിട്ടായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. ബാക്കി നമ്മൾ ഇതുപോലെ തന്നെ 4 ആയിട്ട് മടക്കിയിട്ട് അതേ സെയിം അളവിൽ ഈ മേലത്തെ വരുന്ന അതേ അളവിൽ തന്നെ താവ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. താവ് വെക്കുമ്പോൾ നമ്മൾ ലേശം ഒന്ന് 2 ഇഞ്ച് താഴേന്ന് ഒന്ന് കയറ്റി കൊടുക്കുക. ബാക്കി ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മേൽഭാഗവും കൂടി ഒന്ന് ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഗൗണിൻ്റെ താവും കൂടി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബോഡി ഇതാണ്, താവും രണ്ടും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ കട്ടിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളിവിടെ ഒരു ഗൗണ് കട്ടിങ്ങാണ് ഞാൻ കാണിച്ചത്. അപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയുമായി ഇൻഷാല്ലാ അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പം എല്ലാവരും മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതുപോലെ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്യുന്നത് കാണിക്കാവുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാർട്ട് 2 ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ ഞാനിടാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബും കൂടി ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.